ഇവരിപ്പം ക്രിസ്ത്യാനികളിലെ കുറെ ആളുകളൊക്കെ തന്നെ ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്തിനാണ് മുസ്ലിംസിൽ അബ്ദുള്ളക്കുട്ടിയെ പോലുള്ള ആളുകൾ ക്രിസ്ത്യൻ പാദ്രിമാര് അത്തരം രീതിയിലേക്കുള്ള ഒരു സംഭവം നടത്തുമ്പോൾ ക്രിസ്ത്യൻസ് അവരെ വിശ്വസിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിലെ ആളുകളല്ലേ ഇവർ ചതിക്കുന്നത്? ആണ് സംശയം എന്താ? അതിർത്തി തോന്നി തുടങ്ങിയിട്ടുണ്ട്. താങ്കൾ നരേന്ദ്രമോദി സർക്കാരിനെ നല്ല രീതിയിലേക്ക് ഭരണം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിച്ച ആളാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ എന്തുകൊണ്ട് മാറ്റി പറയുന്നു? ഇപ്പോഴത്തെ സംവിധാനങ്ങളും ഇപ്പോഴത്തെ സിറ്റുവേഷനും അതിനെ പ്രേരിപ്പിക്കുന്നതാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത ആരുടെയൊക്കെയോ നേരെ, ക്രിസ്ത്യാനികളുടെ നേരെ, മുസ്ലിങ്ങളുടെ നേരെ, ദളിതരുടെ നേരെ, നല്ല ഹിന്ദുക്കളുടെ നേരെ തന്നെ ആരെയും ചോദ്യം ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എങ്ങനെയാണ് ഇവർ വളർന്നു വരിക? അതായത് സർക്കാരിന്റെ അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഇവർക്ക് ഉണ്ടാവില്ല എന്ന് എന്റെ ചോദ്യം. അതെ, പൂർണ്ണ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ അവർക്കങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. ഇവിടെ അവരുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കാൻ ഒരു ഭാഗത്ത് ശ്രമിക്കും. കാരണം അത് അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ കാലൂന്നാൻ വേണ്ടിയാണ്. കാലൂന്നുന്നവരെ എല്ലാവരും അവർക്ക് വേണം. കാലൂന്നി കഴിഞ്ഞാൽ ഗോൾവാൾക്കർ പറഞ്ഞ ആളുകളെ അവർക്ക് വേണ്ടു. പക്ഷെ അതിനെതിരെ ആ സമുദായത്തിൽപ്പെട്ടവരെന്നെ പ്രതിഷേധിക്കാതിരിക്കുമ്പോഴുണ്ടാവുന്ന ആ കുഞ്ഞാടുകളുടെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും. ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ, കോടതി, മറ്റുള്ള സംഭവങ്ങളൊക്കെ? ഒന്നും ആവശ്യമില്ല. തീർച്ചയായും ഇന്ത്യക്ക് നാണക്കേടാണ്, രാജ്യത്തുള്ള ജനങ്ങൾക്ക് മൊത്തത്തിൽ നാണക്കേടാണ്. 5-10 വർഷമായില്ലേ ആളുകളെ വഴിയിലിട്ട് അല്ലെങ്കിൽ ബീഫിന്റെ പേരിലും മറ്റുള്ള സംഭവത്തിലും ഈ ക്രിസ്ത്യൻ സമുദായമായിട്ട് ചെയ്യൽ തുടങ്ങിയിട്ട്. ഇത് പുരോഗമന പ്രസ്ഥാനങ്ങളും അറബിലൊക്കെ പോയി ക്രിസ്മസ് കേക്കും മറ്റുമൊക്കെ കൊടുക്കും, സുഖിപ്പിക്കുന്നുണ്ട്. അതിൽ ഇവർ വീണുപോകാണ്. അവർക്ക് സ്വസ്ഥമായി ജീവിക്കണം. അനുയായികളെ അവർക്ക് നോട്ടമില്ല. അവർ കുഞ്ഞാടുകളായിട്ട് പുറകിലുണ്ടാവും. അവർക്ക് സ്വസ്ഥമായി ജീവിക്കണം. പക്ഷേ ഈ കുഞ്ഞാടുകൾ മനസ്സിലാക്കുന്ന ഒരു കാലം വരും. കാലം വന്നുകൊണ്ടിരിക്കാം. അതായത് കന്യാസ്ത്രീകളടക്കം കുറച്ചു കാലത്തിന് ശേഷം കന്യാസ്ത്രീകളടക്കം വലിയ രീതിയിലേക്ക് ചോദ്യം ചെയ്തും അവരെ ഉള്ളിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പറയുന്നത് ഇന്ത്യയുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? ഇന്ത്യയുടെ ഭൗതിക സാഹചര്യം വളരെ ദുരന്തപൂർണമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ഇനിയും ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, ഉണർന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്കിവിടെ കേരളത്തിൽ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ ഏറാമൂളികളായിട്ട് നോർത്ത് ഇന്ത്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിലുള്ള ജനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹിന്ദുക്കളല്ലാത്തവർക്ക് എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളല്ലാത്തവർക്ക് മാത്രമല്ല, ബജരംഗദളോ അല്ലെങ്കിൽ ബി.ജെ.പിയെ പോലുള്ളവരുടെയോ അനുകൂലികളല്ലാത്ത ആർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ദളിതരും വളരെയധികം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇനി എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാനാവുക എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഇത്തരം രീതിയിലേക്ക്, അതായത് രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ അകപ്പെടുന്നു. ഞാൻ ചോദിക്കുന്നത് ഈ ബജ്രംഗ് ദൾ എന്നുള്ള ഈ പ്രസ്ഥാനത്തിനൊക്കെ ആരാണ് പോലീസിന്റെ പണി കൊടുത്തിരിക്കുന്നത്? അതായത് ഇവർക്ക് ആരെയും കയറി അടിക്കാം, ഇവർക്ക് ആരെയും ചോദ്യം ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എങ്ങനെയാണ് ഇവർ വളർന്നു വരിക? അതായത് സർക്കാരിന്റെ അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഇവർക്ക് ഉണ്ടാവില്ല എന്ന് എന്റെ ചോദ്യം. അതെ, പൂർണ്ണ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ അവർക്കങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. പൂർണ്ണ പിന്തുണ സർക്കാരിന്റെയും പോലീസിന്റെയും, എനിക്ക് തോന്നുന്നു ഇപ്പൊ ജുഡീഷ്യറിയെ പോലും നമുക്ക് സംശയിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബോംബെയിൽ ഒരു ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്, ഈയിടെ എന്തോ ഒരു വിധി വന്നല്ലോ, മറ്റേ പ്രതിഷേധിക്കാൻ പാടില്ല. അതായത് മറ്റേ ഗാസയിലെ ജനങ്ങളെ കുരുതി കൊടുക്കുന്നതിനെതിരെ പ്രതിഷേധിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങൾ ഇന്ത്യയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്ന് കോടതി പോലും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നാം ആരെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടിയിരിക്കുന്നത്? കോടതിയെയാണോ, ഇവിടുത്തെ ഭരണകർത്താക്കളെയാണോ, നീതിന്യായ വ്യവസ്ഥയെയാണോ, എന്തിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടിയിരിക്കുന്നത്? ഒരു ഗതിയുമില്ലാത്ത, ഒരു ഗത്യന്തരമില്ലാത്ത, നമുക്ക് മുന്നോട്ട് പോകാനാവാത്ത രീതിയിൽ നമ്മൾ ഇന്ന് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അടിച്ചമർത്തുക എന്ന് പറയുന്നത് TV ചാനലിലൊക്കെ ചർച്ചകൾ പല BJP നേതാക്കന്മാരും പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനു ശബ്ദിക്കുന്നു? കർണാടകയിൽ ശബ്ദിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ബോംബെയിൽ ശബ്ദിക്കുന്നില്ല. അതായത് നിങ്ങൾ എന്തിനു ശബ്ദിക്കുന്നു എന്ന് അവിടെ ഇത്തരം രീതിയിൽ ശബ്ദിക്കാൻ കഴിയില്ല എന്നെങ്കിലും തൽക്കാലികം ഈ നേതാക്കന്മാർ മനസ്സിലാക്കണം. കാര്യം ഇവരൊക്കെ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവരെ പിടിച്ച് ഉള്ളിലിടുന്ന അവസ്ഥയിലേക്ക് പോകില്ലേ? നമുക്ക് തന്നെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇവർ ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നതെന്ന്. അതെ, അതാണ്. സംസാരിക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതിഷേധിക്കാൻ മാത്രമല്ല, നമ്മളിപ്പോഴ് ഒരു സിനിമയ്ക്ക് പോലും പേരിടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴാ മറ്റേ ഒരു വിവരാവകാശ കമ്മീഷന് വേണ്ടിയിട്ട് ഒരു പരാതിയല്ല, ഒരു വിവരാവകാശത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ ദയവ് ചെയ്ത് ഹിന്ദു ദൈവങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് ദയവ് ചെയ്ത് പറഞ്ഞു തരണം, ഞാനൊരു സിനിമ എടുക്കാൻ പോവാണ്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള അവസ്ഥയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. എന്തൊരു നാണക്കേടാണല്ലേ? അതെ, ഇപ്പൊ ഏത് പേരെടുത്താലും ഏതെങ്കിലും ഹിന്ദു ദൈവത്തിന്റെ പേരായിരിക്കും.
ഇങ്ങനെ അധപതിക്കാൻ നമ്മൾ ഈ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയും ഒക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഇവരുടെയൊക്കെ തലയിൽ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. തലയിൽ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ഇങ്ങനെ ആയിപ്പോയി. മതം വല്ലാത്തൊരവസ്ഥയാണ്. ഈ മതങ്ങളാണ് നമ്മുടെ നാട്ടിനെ മുഴുവൻ ഇങ്ങനെയാക്കുന്നത്. അത് ഒരു മതത്തിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. എല്ലാ മതവും നമ്മുടെ നാട്ടിൽ മതങ്ങളെ ഒഴിവാക്കി കിട്ടിക്കുകയാണെങ്കിൽ എത്രയോ പുരോഗതി ഉണ്ടാവും, എത്രയോ നമ്മൾക്കൊക്കെ എന്തും സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അത്തരം രീതിയിലേക്ക് ഞാൻ ഇപ്പൊ പറയുന്നത് വീണ്ടും എടുത്തു പറയാണ്, BJP നേതാക്കന്മാരൊക്കെ പറയുന്നത് നിങ്ങൾ സംസാരിക്കേണ്ട, അതായത് നിങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളൊന്നും സംസാരിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സംസാരിക്കേണ്ട എന്ന് പറയുന്നത് അതായത് BJPയിലുള്ള ക്രിസ്ത്യൻ നേതാക്കളാണ് പറയുന്നത്. അത് മനസ്സിലാക്കണം. ക്രിസ്ത്യൻ നേതാക്കൾ പറയുന്നത് നിങ്ങൾ സംസാരിക്കേണ്ട, അന്യ സംസ്ഥാനക്കാർ സംസാരിക്കുന്നില്ല, നിങ്ങൾ സംസാരിക്കേണ്ട. അങ്ങനെ പറയാനുള്ള ഒരു അധികാരം നിങ്ങൾക്ക് എന്താ ഉള്ളത്? അത് ചോദിക്കാമല്ലോ. അതായത് സ്വന്തം സമുദായത്തിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാത്ത നിങ്ങളൊക്കെ എന്ത് പാർട്ടിക്കാരായിട്ട് എന്താ കാര്യം? നിങ്ങളെ ശരിക്കും ജനങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ സംസാരിക്കുന്നതല്ല, ഇവർ സംസാരിക്കുന്നില്ല. ഇവരിപ്പം ക്രിസ്ത്യാനികളിലെ കുറേ ആളുകളൊക്കെ തന്നെ BJPക്ക് അനുകൂലമായിട്ട് പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്തിനാണ് മുസ്ലിംസിൽ അബ്ദുള്ളക്കുട്ടിയെ പോലുള്ള ആളുകൾ, പിന്നെ നമ്മുടെ ഗവർണറിലായിരുന്നോ ഹാരിസ് മുഹമ്മദ് ഖാൻ, ഇവരൊക്കെ BJPയുടെ അനുകൂലികളല്ലേ? ഇവർക്കൊന്നും അറിയുന്നില്ല ഇവരുടെ വംശത്തിനോ ഇവരുടെ മതത്തിനോ എന്ത് സംഭവിക്കുന്നുള്ളത് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. മതങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ നിരുപദ്രവമായ രീതിയിൽ അവർ പ്രവർത്തിക്കട്ടെ, മറ്റുള്ളവർക്ക് ഒരു ദോഷം ചെയ്യാത്ത രീതിയിൽ അവർ പ്രവർത്തിക്കട്ടെ. പിന്നെ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ നിർബന്ധ പരിവർത്തനം മാത്രമാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പാടില്ലാത്തത്. അവർക്ക് അനുകൂലമായ രീതിയിൽ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഏത് മതത്തിലേക്കും പോവാം. ഈ കുട്ടികൾ പറഞ്ഞ്, ഇവരുടെ രക്ഷിതാക്കൾ പറഞ്ഞ്, അന്ന് അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളെ കൂടെയുള്ള കുട്ടികളുടെ സഹോദരന്മാരും പറഞ്ഞു ഞങ്ങൾ ഇഷ്ടപ്രകാരമാണ് പോകുന്നത്, ഞങ്ങൾ അനുവദിച്ചിട്ടാണ് അവർ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും അവര് അതിലേക്ക് എത്തിയില്ല. അതാണ് അതിന്റെ പ്രശ്നം. ബജ്രംഗ് ദൾ പോലുള്ള ആളുകൾ ഇപ്പോ കന്യാസ്ത്രീകളെ വരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ എങ്ങോട്ടാണ് ഇന്ത്യയുടെ ഈ ഇന്നത്തെ അവസ്ഥ എന്ന് എന്നെ ചോദിക്കുന്നത്. അല്ല, അതിൽ സംശയമൊന്നുമില്ലല്ലോ. സംഘപരിവാരം കുറെ കാലങ്ങളായിട്ട് ചെയ്തു പോരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് RSSന്റെ 100ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് ലോകത്തൊട്ടാകെ പുതിയ മുതലാളിത്തം ആശ്രയിക്കുന്നത് ഈ വംശീയമായ ഒരു പുതിയ ഇമ്പീരിയലിസം രൂപപ്പെടുത്തുന്നതിലാണ്. അപ്പോൾ വംശീയതയിലൂന്നി എങ്ങനെയാണ് കോർപ്പറേറ്റ് മുതലാളിത്തം അധികാരം ദൃഢമാക്കുന്നത്, അതിനെങ്ങനെയാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ RSSന് ഉപയോഗിക്കുന്നത്, RSS തിരിച്ചെങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് മുതലാളിത്തം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അവർ ഒരു അധികാരശക്തി എന്ന നിലയ്ക്ക് ഇന്ന് വളരെ ദൃഢമായി തീർന്ന കാലത്ത് അവർക്ക് അവരുടെ ഉപവിഷയങ്ങളും ആശയങ്ങളും ഒക്കെ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അത് വളരെ ഫലപ്രദമായ രീതിയിൽ ഉത്തരേന്ത്യയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് അവർ നുഴഞ്ഞു കയറി കടന്നു വന്നിട്ട് നമ്മുടെ മിഡിൽ ക്ലാസ്സിനിടയിൽ സാമാന്യം നല്ലൊരു ശക്തിയായി തീരുന്നുണ്ട്. നമ്മുടെ അകത്ത് അതുകൊണ്ട് തന്നെ ഈ വംശീയമായ, മതപരമായ, സാമുദായികമായ അകൽച്ചകളും സംഘർഷങ്ങളും നിരന്തരം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ RSS അതിന് സഹായകമായ രീതിയിൽ മറ്റാരെങ്കിലും പ്രവർത്തിക്കുന്ന അപകടകരമാണ്. വാസ്തവത്തിൽ ഇത് ഇന്ത്യയിലും ലോകത്തെങ്ങുമുള്ള കോർപ്പറേറ്റുകൾക്ക് ആവശ്യമാണ്. ഇത് ലോകത്തെങ്ങുമുള്ള വംശീയതയിൽ ഊന്നി വളരുന്ന മുതലാളിത്ത താല്പര്യങ്ങൾക്ക് ആവശ്യമാണ്. അതോടൊപ്പം 100ാം വർഷം ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന RSSന്റെ ആവശ്യമാണ്. സാർ, ഒരു സംഘടന ശരിക്കും ബജ്രംഗ് ദൾ പോലുള്ള സംഘടന ഉയർന്നു വരുന്നു, അവർ എന്ത് തെറ്റ് ചെയ്താലും ചോദ്യം ചെയ്യപ്പെടാണ്ടിരിക്കുന്നു, അവർ പല പാവങ്ങളെയും ആക്രമിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഇത്തരം സംഭവങ്ങൾ എന്താണ് അത് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനെ അമർച്ച ചെയ്യാത്തത്? അല്ല, ബജ്രംഗ് ദൾ മാത്രമല്ല, ബജ്രംഗ് ദൾ പോലെ ഈ ഹിന്ദു വംശീയതയിൽ അല്ലെങ്കിൽ ഹിന്ദു മതപരമായ ഒരു വർഗീയ ശാഠ്യത്തിൽ ഹിന്ദു ഫാഷിസത്തിന് ഈ സംഘപരിവാരത്തിന്റെ നിരവധി ദളങ്ങളുണ്ട്. അത് ഓരോന്നും ഈ സമയത്ത് ഈ RSS ആഗ്രഹിക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്ര രൂപീകരണത്തിന് ഉപശാലകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോന്നും എടുക്കണ്ടാവും, ഓരോ ഭാഗത്തേക്ക് ഓരോന്നായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ ഇതെല്ലാം ഒരു ഹിന്ദു രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ RSSന്റെ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് സംഘർഷങ്ങൾ ഉണ്ടാക്കുക, സംഘർഷങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഇവരുടെ ആവശ്യമായ ഒരു വംശീയ ഒരു സംഘർഷവും അതിൻ്റെ ഉപലബ്ധിയായിട്ടുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഇതിന് ശരിക്കും ക്രിസ്ത്യാനികളായിട്ടുള്ള അച്ഛന്മാർ വരെ, പാതിരിമാർ വരെ ഈ ഇത്തരം സംഭവങ്ങൾക്ക് പോലും എതിർക്കുന്നില്ല. ഇല്ല, അല്ല, എതിർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുള്ള ഒരു സംഘർഷം എന്ന് പറയുന്നത് അവർ ഏറ്റവും ന്യൂനപക്ഷമാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ. പക്ഷേ ഗോൾവാൾക്കർ പറയുന്നത് അവർ ശത്രുവാന്നാണ്. കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ശത്രുക്കളായിട്ടാണ് അവർ കാണുന്നത് വാസ്തവത്തിൽ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ക്രിസ്തുമൗലികതയും ഇല്ലാതാക്കേണ്ട അവരുടെ ആവശ്യമാണെങ്കിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റം വരുത്താൻ ക്രിസ്തീയ വിഭാഗങ്ങളെ കൂടെ നിർത്താൻ വാസ്തവത്തിൽ ഹിന്ദുത്വം ആഗ്രഹിക്കുന്നുണ്ട്, BJP ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ട കരുക്കൾ കേരളത്തിൽ നീക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിന് പുറത്ത് സാഹചര്യം അതല്ല. കേരളത്തിന് പുറത്ത് അവർക്ക് മേധാവിത്വമുള്ളിടത്തൊക്കെ അവരെ തുടച്ചു നീക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഇവിടെ അവർ വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കാൻ ഒരു ഭാഗത്ത് ശ്രമിക്കും. കാരണം അത് അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ കാലൂന്നാൻ വേണ്ടിയാണ്. കാലൂന്നുന്നവരെ എല്ലാവരും അവർക്ക് വേണം. കാലൂന്നി കഴിഞ്ഞാൽ ഗോൾവാൾക്കർ പറഞ്ഞ ആളുകളെ അവർക്ക് വേണ്ടു.
ഈ ഒരു സംഭവം കൊണ്ട് മാത്രമല്ല, അല്ലാതെയും പല കാരണങ്ങളും കൊണ്ട് ഇന്ത്യയുടെ പോക്ക് ജനാധിപത്യ വിരുദ്ധമാണ്, ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരുമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പറയുന്നത് വെച്ചാൽ നമ്മളെ രാജ്യത്തിൻ്റെ മതേതരത്വം നിലനിർത്താൻ ഇന്നത്തെ ഭരണകൂടത്തിന് കഴിയുന്നില്ല. അവർക്ക് ദളിതരും പിന്നോക്കക്കാരും ഒക്കെ അവർക്ക് ആവശ്യമില്ലാത്തൊരു വിഭാഗമാണ്. അപ്പോൾ അവരെ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ അവരെ പാർശ്വവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നയം. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, തുറന്നു പറയാൻ കഴിയുമോ? ഇപ്പോൾ പറയില്ല, പറയാൻ കഴിയില്ല. ഇപ്പോൾ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുക. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഭരണഘടന അനുസൃതമായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് പിൻവലിക്കേണ്ടി വരും. ഇത് പിൻവലിക്കേണ്ട, അപ്രഖ്യാപിതമായിട്ട് അവർക്ക് തോന്നുന്ന മാതിരിയിലുള്ള ഭരണം നടത്തുക, അവർക്ക് ആവശ്യമുള്ള ആളുകളെ സംരക്ഷിക്കുക, അല്ലാത്തവരൊക്കെ പാർശ്വവൽക്കരിക്കുക അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യുക. അതാണ് ഇവരുടെ നയം. സാർ, താങ്കൾക്ക് ഏകദേശം അത്യാവശ്യം നല്ല രീതിയിലേക്ക് എന്താണ് ജീവിച്ച് പരിചയമുള്ള ഒരാളാണ്. മൊബൈൽ ഒന്ന് സൈലൻറ്റിടാം. ജീവിച്ച് മൊബൈലുണ്ടോ കയ്യിൽ? ഇല്ല. ജീവിച്ച് കുറച്ച് പരിചയമുള്ള ആളാണ്. ഇത്ര കാലത്തിന് ശേഷം എന്താണ് ഇന്നത്തെ ഇന്ത്യയുടെ ഒരു അവസ്ഥ? ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യ ഒരു പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു അധികാരവും അവകാശവും ഇല്ല ജനങ്ങൾക്ക്. ഭരണകൂടത്തിൻ്റെ ആളുകൾ അത് സ്റ്റേറ്റിലായാലും വേണ്ടില്ല, സെൻട്രലിലായാലും വേണ്ടില്ല, ഭരണകൂടം പറയുന്നതിനനുസരിച്ച് ജീവിക്കണം. അവരെ ആർക്കും എതിർക്കാൻ പറ്റില്ല, വിമർശിക്കാൻ പറ്റില്ല. പിന്നെ അതല്ലല്ലോ ജനാധിപത്യം. അപ്പം എന്ത് ജനാധിപത്യം? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് വേണം. അങ്ങനെ ആരെങ്കിലും ഭരണാധികാരികളെ പറ്റി പറഞ്ഞാൽ പിറ്റുന്നവരുടെ പേര് കേസ് വരും. അത് ഇന്നുണ്ടോ? ഉണ്ടല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇന്നുണ്ടോ? അത് ആ ഒരു ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ആ ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി സത്യം പറഞ്ഞാൽ ജനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം ഇത് സഹിക്കാൻ കഴിയാതെ ജനങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. ജനങ്ങൾക്ക് അഭിപ്രായമുണ്ട്, പക്ഷെ അത് തുറന്നു പറയാൻ കഴിയാത്തൊരവസ്ഥ. അതിന് നേതൃത്വം കൊടുക്കാൻ പഴയ കാലത്തെ പോലെ ഒരു ഗാന്ധിജിയെ മറ്റോ ഉയർത്തെഴുന്നേറ്റ് വരേണ്ടി വന്നു. ഇന്ന് എന്താണ് ഇന്ത്യയുടെ അവസ്ഥ? വളരെ മോശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജനാധിപത്യവും ഇല്ല, മതേതരത്വവും ഇല്ല, സോഷ്യലിസം പറയണല്ലോ. ഇത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അതിൻ്റെ പ്രധാനമായ അടിസ്ഥാനം സോഷ്യലിസവും മതേതരത്വവും ജനാധിപത്യവുമാണ്. അത് മൂന്നും ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ. അതാണ് പിന്നെ കന്യാസ്ത്രീകളുടെ മേലെ അവിടെ കണ്ടത്. അത് അവിടെ മാത്രമല്ല, അതിന് മുമ്പേ തുടങ്ങിയിരിക്കുന്നുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ അവിടെ കുറച്ച് ക്രൈസ്തവ മേധാവിത്വമുള്ള സ്ഥലമാണ്. സർ, BJP സർക്കാരിൻ്റെ പല ആളുകളും ഇപ്പോൾ ക്രിസ്ത്യാനികൾ വരെ BJPയെ ന്യായീകരിച്ചു വരുന്നു. അതായത് അവരുടെ കൂടെയുള്ള ആളുകളെ ന്യായീകരിക്കാതെ എന്താണ് അതിനെ നോക്കി കാണുന്നത്? അത് സത്യത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളോട് നേരത്തെ തന്നെ ഈ BJP അനുകൂലമായ ആളുകൾക്ക് അവരെ അംഗീകരിക്കാൻ കഴിയില്ല. മുൻപൊരിക്കലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, ഒരു ഗ്രഹാമ്പൽ തോറ്റോട്ടെന്ന് ഓർമ്മ. ഒരു അച്ഛനെയും ഒരു ഫാദറാണ്, അയാളെ ഭാര്യയെ കൂടി പിന്നെ ചുട്ടുകൊന്നു. അന്ന് മുതൽ ക്രിസ്ത്യൻ സമൂഹം സത്യത്തിൽ ശക്തമായി പ്രതികരിച്ചിട്ടില്ല. അത് പ്രതികരിക്കാതെ പേടിച്ചിട്ട് ഭരണ സംവിധാനത്തോട് ഒട്ടി നിന്ന് അതിൽ നിന്ന് ഒന്ന് പിൻവലിയാൻ പറ്റുമെന്ന് ഒരു പരീക്ഷണമാണ് അവിടെ നടത്തിയത്. ആ പരീക്ഷണം പരാജയപ്പെട്ടിരിക്കുന്നു. അതിൽ നല്ലത് വേറെ വല്ല പഠിക്കാൻ പോകുന്നതല്ലേ? സംശയം ക്രിസ്ത്യൻ പാതിരിമാർ പലരും ഈ ഭരണകൂടത്തിനെ താങ്ങി നിന്ന് അവർക്ക് എന്തെങ്കിലും സാധിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. ക്രിസ്ത്യൻ പാതിരിമാർ അത്തരം രീതിയിലേക്കുള്ള ഒരു സംഭവം നടത്തുമ്പോൾ ക്രിസ്ത്യൻസ് അവരെ വിശ്വസിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിലെ ആളുകളല്ലേ അവർ ചതിക്കുന്നത്? ആണ് സംശയം എന്താ? നമ്മൾ പലപ്പോഴും പല പ്രസ്താവനകൾ കേൾക്കുന്നു. അതായത് BJPയെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള പ്രസ്താവന കേൾക്കുന്നു. അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തരം രീതിയിലേക്ക് ക്രൂശിക്കപ്പെടുമ്പോൾ ഇവിടെ പിന്നെ ചില ക്രിസ്ത്യൻ പാതിരിമാരുടെ സമയത്തൊക്കെ BJPയുടെ പ്രധാനപ്പെട്ട ആളുകൾ അരബലയിലൊക്കെ പോയി ക്രിസ്മസ് കേക്കും മറ്റുമൊക്കെ കൊടുക്കും, സുഖിപ്പിക്കുന്നുണ്ട്. അതിൽ ഇവർ വീണ് പോവുകയാണ്. ഈ അത്തരം ഒരു കേക്ക് കൊടുത്ത് വീണാണോ? അവരുടെ സമ്പാദ്യം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എന്നെ ആക്രമിക്കുമോ എന്നുള്ള ഭയത്തിലല്ലേ? അത് അവർക്ക് സ്വസ്ഥമായി ജീവിക്കണം. അനുയായികളെ അവർക്ക് നോട്ടമില്ല. അവർ കുഞ്ഞാടുകളായിട്ട് പുറകിലുണ്ടാവും. അവർക്ക് സ്വസ്ഥമായി ജീവിക്കണം. പക്ഷേ ഈ കുഞ്ഞാടുകൾ മനസ്സിലാക്കുന്ന ഒരു കാലം വരും. കാലം വന്നുകൊണ്ടിരിക്കാം. അവർക്ക് സ്വസ്ഥമായി ജീവിക്കണം, അവർക്ക് സമ്പാദിക്കണം.
അവരുടെ ഒരുപാട് കള്ളത്തരങ്ങൾ പുറത്തു വരും ഗവൺമെന്റിന്റെ എതിരായിട്ടുള്ളതാണ്. പക്ഷെ ഇതൊക്കെ ഈ കുഞ്ഞാടുകൾ കാണുന്നുണ്ട്. ഒരു സമയത്ത് തീർച്ചയായും കുഞ്ഞാടുകൾ തീർച്ചയായും ഇത് പ്രതികരിക്കും. പ്രതികരിക്കും, ഒരു സംശയമില്ല, സംശയമില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. ഒരക്രമവും ഒരു സമുദായത്തിന്റെ പേരിലോ ഒരു സംഘടനയുടെ പേരിലോ അഴിച്ചുവിടാൻ പാടില്ല. അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്നതാണ് എന്തക്രമവും. അത് ബജ്രംഗദളമല്ല, ആര് ചെയ്താലും അത് അപലപനീയമാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിനെപ്പറ്റി കൂടുതൽ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല, അറിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്. കുറെ നാളുകളായി ഇത്തരം രീതിയിലേക്ക് ഈ ബജ്രംഗദൾ എന്നുള്ള സംഭവമൊക്കെ പല ആളുകളെയൊക്കെ, പാവപ്പെട്ട ആളുകളൊക്കെ വളരെ മോശമായ രീതിയിൽ ചോദ്യം ചെയ്യുക, അതിനപ്പുറത്തേക്ക് അവർ ശിക്ഷ വിധിക്കുക, ഇത്തരം രീതിയിലേക്ക് പോകുന്നത് ശരിയാണോ? ശരിയല്ല, ഒരിക്കലും പാടില്ല. അങ്ങനെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റണം. പിന്നെ കോടതി എന്തിനാ? അതെ, കോടതി ആവശ്യമില്ലല്ലോ. പിന്നെ ജനങ്ങൾ നിയമം കൈയെടുക്കുക എന്ന് പറയുന്നത് തെറ്റാ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ജനങ്ങൾ നിയമം കൈയെടുക്കുക എന്നുള്ളത്. അത് രാജ്യത്ത് നടക്കുന്നുണ്ടെങ്കിൽ ഈ ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയാണ് അത് കാണിക്കുന്നത്. ഇത്തരം രീതിയിലേക്ക് പോയാൽ ഇപ്പോ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ, കോടതി, മറ്റുള്ള സംഭവങ്ങളൊക്കെ? ഒന്നും ആവശ്യമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇവിടെ കോടതിയും പോലീസും മറ്റുള്ള നിയമ സംവിധാനങ്ങളും ഉള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷിതമായി സംസാരിക്കാനും പ്രവർത്തിക്കാനും ആലോചിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരിക്കലും മറ്റുള്ള ഒരാളെ കവർന്നെടുത്തിട്ട് അവർ ഇപ്പോൾ എന്താ പറയുക, ഒരു വലിയ ആളായി മാറിയിട്ട് പിന്നെ അതിൻ്റെ ഓവർകം ചെയ്തിട്ട് അവർക്ക് അങ്ങനെ നിയമം വിധിക്കാനും ഒന്നും പാടില്ല. ശരിയാണോ ഇത്? ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ ഇന്ത്യയിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാവുക? ഇന്ത്യയിൽ സുരക്ഷ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അത് കാണിക്കുന്നത്. നിങ്ങൾക്ക് തോന്നി തുടങ്ങിയോ? എനിക്കും തോന്നി തുടങ്ങുന്നുണ്ട്. നിങ്ങൾ മുൻപ് അങ്ങനെയല്ല സംസാരിച്ച് വലിയ ഇന്ത്യയാണ് സ്വപ്നം കണ്ടത്. സ്വപ്നം തീർച്ചയായിട്ടും ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം, ഒരു വലിയ ഭാരതം എന്നുള്ള നിലക്കാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. മുമ്പേ നമ്മൾ സംസാരിച്ചിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ നിയമ സംവിധാനത്തിനോട് ഒരു ചെറിയ അതൃപ്തി തോന്നി തുടങ്ങിയിട്ടുണ്ട്. താങ്കൾ നരേന്ദ്രമോദി സർക്കാരിനെ നല്ല രീതിയിലേക്ക് ഭരണം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിച്ച ആളാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ എന്തുകൊണ്ട് മാറ്റി പറയുന്നു? ഇപ്പോഴത്തെ സംവിധാനങ്ങളും ഇപ്പോഴത്തെ സിറ്റുവേഷനും അതിനെ പ്രേരിപ്പിക്കുന്നു എന്നുള്ള. അങ്ങനെ ഒരുപാട് പേര് പ്രേരിപ്പിച്ചാൽ പിന്നെ ഈ സർക്കാരിന് നിലയുണ്ടാവോ? ഉണ്ടാവില്ല. അത് സർക്കാർ ആലോചിക്കാൻ വേണ്ടത്. സർക്കാരിന് അങ്ങനെ ഒരു ചിന്ത ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾക്ക് എന്തായിരുന്നു മുൻപ് നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല ഭരണമായിരുന്നു, മോശമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ചില സംവിധാനത്തിന്റെ തകരാറ് കൊണ്ടാണെന്നാണ് തോന്നുന്നത്. മറ്റുള്ളവർ നിയമം കൈയെടുക്കുകയും അത് പിന്നെ എന്താ പറയുക, ജനങ്ങൾക്ക് ഹിതകരമല്ലാത്ത രീതിയിൽ നിയമങ്ങൾ വിധിക്കുകയും അവർ തന്നെ നിയമം വിധിക്കുകയാണ്. അത് തെറ്റല്ലേ? തെറ്റാണ്. അങ്ങനെ ഒരു രാജ്യം പോകാൻ പാടുണ്ടോ? പാടില്ല. ഇല്ല. തീർച്ചയായും. അത് നിങ്ങൾ തിരിച്ചു ചിന്തിച്ചു? തിരിച്ചു ചിന്തിച്ചു. ഇപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്. അത്ര രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് എത്തി. അതായത് BJP സർക്കാർ അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് ഭരിക്കുമെന്ന് വിചാരിച്ച ആള് നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. BJP എന്നല്ല, ഒരു സർക്കാർ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിയമം ജനങ്ങളുടെ കയ്യിലല്ല കൊടുക്കേണ്ടത്. അതിനിവിടെ സംവിധാനങ്ങൾ വേറെ ഉണ്ട്. ഇവരൊക്കെ ശരിക്കും അമർച്ച ചെയ്യേണ്ടതല്ലേ? ശരിക്കും തുടക്കത്തിലെ BJP സർക്കാർ ശരിക്കും ഈ ബജ്രംഗദൾ പോലുള്ള ഈ അക്രമ സംഘടനയൊക്കെ ശരിക്കും നിരോധിച്ച് അല്ലെങ്കിൽ ഇവരോട് ഇത് ചെയ്യരുത് എന്ന് പറയാൻ പാടില്ലേ? അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അത് എന്തോ കാരണവശാൽ അത് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവരിങ്ങനെ കളിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കുക, ഇത്തരം രീതിയിലേക്ക് ബജ്രംഗദൾ അത്തരം സംഘടനകൾക്ക് ശരിക്കും പോലീസിന്റെ പവർ അല്ലെങ്കിൽ ഇവരൊക്കെ ആക്രമിക്കാനുള്ള പവർ ആര് കൊടുത്തു എന്നുള്ളതാണ്. നമ്മൾ നിൽക്കുന്നത് ജനാധിപത്യ രാജ്യത്തിലാണ്. ഇത്തരം രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താവും ഇന്ത്യയുടെ അവസ്ഥ? ഇന്ത്യ ഒരു ഹിന്ദു രാജ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ് ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സംഘപരിവാറിന്റെ ആക്രമണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ എന്നാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ശരിക്കും ഇന്ത്യയിൽ നടക്കുമ്പോൾ നാണക്കേടല്ലേ ശരിക്കും ഇതൊക്കെ? തീർച്ചയായും ഇന്ത്യക്ക് നാണക്കേടാണ്, രാജ്യത്തുള്ള ജനങ്ങൾക്ക് മൊത്തത്തിൽ നാണക്കേടാണ്. ന്യൂനപക്ഷ വേട്ട നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ടോട്ടലി ഇത്തരം രീതിയിലേക്ക് അമർച്ച ചെയ്യുന്ന രീതിയിലേക്ക് പോകേണ്ടതല്ലേ ശരി? സർക്കാരുകൾ ഇപ്പോൾ ആരുണ്ടെങ്കിലും സർക്കാരുകൾ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന നേതൃത്വം ശരിക്കും ഇത് പാടില്ല എന്ന് പറയേണ്ടതല്ലേ? അല്ല, രാജ്യം ഭരിക്കുന്ന നേതൃത്വം തീർച്ചയായിട്ടും പാടില്ല എന്ന് പറയേണ്ടത് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് പറയുന്നില്ല? സംഘപരിവാർ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സംഘപരിവാറാണല്ലോ. അതുകൊണ്ട് അവർക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് രാജ്യത്ത് നടക്കുന്നത്. അത് ശരിയാണോ? ഇന്ത്യയിൽ അത് ശരിയാണോ? ശരിയല്ല എന്ന് തന്നെയാണോ? എന്തുകൊണ്ടാണ് ശരിയല്ല? നിങ്ങളുടെ കാഴ്ചപ്പാട് പറയുന്നത്?
അല്ല അത് ശരിയല്ല. കാരണം ന്യൂനപക്ഷമായിട്ട് നടക്കുന്നുണ്ട്. അതായത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ രീതിയിലേക്ക് ബീഫ് കയ്യിൽ വെച്ചാൽ ഇത്തരം സംഭവങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരുപാട് ആളുകൾ ഉയർത്തെഴുന്നേറ്റ് വരിക, ഇതൊക്കെ ഭയങ്കര തെറ്റായ സംഭവമല്ലേ? ഒരു സംഘടനയെ കുറിച്ച് പറയാൻ കഴിയുമോ? അല്ല, ഇന്ത്യ ഒട്ടുക സംസാരിക്കുമ്പോൾ കേരളത്തിലെ കാര്യമില്ല ഞാൻ സംസാരിക്കും. കേരളത്തിലൂടെ ആരും ആക്രമണം അഴിച്ചുവിടുന്ന രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യും, അത് വേറെ വിഷയം. ഞാൻ പറയുന്നത് ടോട്ടലി ഞാൻ പറയുന്നത്. അല്ല, കേരളത്തിൽ ഇപ്പൊ നമുക്കറിയാം, ജോസഫ് മാഷ് കൈവെട്ടി സംഭവം ആയാലും ചേകന്നൂർ മൗലവിയെ തിരോധാനായാലും കൊല്ലുന്നതായാലും ഒക്കെ നമുക്കറിയുന്നതാണ്. ഇവിടെ മുസ്ലിം വർഗീയത ഉണ്ട്, മുസ്ലിം വർഗീയത അയച്ചു വളരുന്നുണ്ട്. ഒപ്പം അത് ആക്കം കൂട്ടുന്ന പരസ്പര പൂരങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആക്കം കൂട്ടി കൊണ്ടുപോകുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ അഭിപ്രായം അതാണ്. താങ്കളൊരു ജനപ്രതിനിധിയാണ്, എക്സ്-MLA ആണ്. ഞാൻ ചോദിക്കുന്നത്, ഇത്തരം രീതിയിലേക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇപ്പൊ കന്യാസ്ത്രീകൾ വരെ തുറങ്ങിലടക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ബജ്രംഗ് ദൾ അല്ലെങ്കിൽ അത്തരം രീതിയിലേക്കുള്ള ഇന്ത്യയിൽ ഉയർന്നു വരുന്ന സംഭവങ്ങൾ, അവർക്ക് ആർക്കാണ് ഇത്തരം അധികാരം കൊടുത്തുള്ളത്? ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അവരെ അടിക്കാൻ പിടിക്കാനൊക്കെ ഉള്ള അധികാരം ആര് കൊടുത്തു എന്നാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. സാർ, താങ്കൾ എക്സ്-MLA ആണ്. ഞാൻ പറയുന്നത് താങ്കൾ ജനപ്രതിനിധി കൂടെ ആയിരുന്നു. നല്ല രീതിയിലേക്ക് താങ്കൾക്ക് അറിയാൻ കഴിയും. ഞാൻ ഇപ്പോൾ ബജ്രംഗ് ദൾ എന്നുള്ള ഒരു സംഘടന ഉണ്ടല്ലോ അല്ലേ, ഇവർക്കൊക്കെ പല രീതിയിലേക്കും അക്രമം അഴിച്ചുവിടുന്ന സംഭവമുണ്ട്. ഇതൊക്കെ എന്നോ നിർത്തേണ്ടതല്ലേ ഈ സംഭവങ്ങൾ? അല്ലെങ്കിൽ എന്നോ സർക്കാരുകൾ ഇടപെട്ട് ഇത്തരം സംഭവങ്ങൾ പാടില്ല, ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് അവരെ ബോധിപ്പിക്കേണ്ടതല്ലേ? ഇതാര് ചെയ്യണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു ജനപ്രതിനിധി വിചാരിച്ചാൽ കഴിയില്ല. ഒരു സംസ്ഥാന ഗവൺമെന്റോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റോ അതിന് ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകണം. എടുക്കുന്നുണ്ടോ താങ്കളുടെ കാഴ്ചപ്പാട്? എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എടുക്കുന്നുണ്ടോ? എടുക്കണമല്ലോ. എത്ര വർഷമായി? 5-10 വർഷമായില്ലേ ആളുകളെ വഴിയിലിട്ട് അല്ലെങ്കിൽ ബീഫിന്റെ പേരിലും മറ്റുള്ള സംഭവത്തിലും ഈ ക്രിസ്ത്യൻ സമുദായമായിട്ട് ചെയ്യൽ തുടങ്ങിയിട്ട്? ഇത് പുരോഗമന പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുമ്പോൾ അതിനെ ചെവിക്കൊള്ളാതിരിക്കുന്നതാണ് ഈ അബദ്ധം. അത് ഗൗരവമായി കണക്കിലെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇത്തരം കാര്യങ്ങൾ, ഇന്നലെ നടന്ന കാര്യങ്ങൾ നടക്കില്ലായിരുന്നു. ഇത് നടക്കരുത്. മേലിൽ അതിനുവേണ്ടി എല്ലാ സാധ്യതകളും ഉണ്ടാക്കണം, സംഘടിക്കണം, ശക്തിപ്പെടുത്തണം. ഏത് സംഘടനയായാലും ശരി, ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. ഈ മനുഷ്യാവകാശ പ്രശ്നം സംരക്ഷിക്കാൻ എല്ലാവരും രംഗത്തിറങ്ങണം. സാർ, നമ്മളെ ഇന്ത്യ എങ്ങോട്ടേക്കാണ് പോണത്? ഇന്ത്യ എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ. വലിയ ആരൊക്കെയോ വഹിക്കുന്ന തെളിക്കുന്ന വഴിക്ക് പോകുന്നു. പക്ഷെ അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ പുരോഗമന പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിനും ശക്തി പകരാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അതുപോലെ ജനങ്ങളെ അണിനിരത്തണം. ഇത്തരം രീതിയിലേക്ക് ഇന്ത്യ പോവുകയാണെങ്കിൽ ശരിക്കും നമുക്കറിയാം, കുറച്ച് സമയങ്ങളായിട്ട് അമർച്ചയുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. അതായത് ഇത്തരം രീതിയിലേക്ക് ഇന്ത്യ പോവുകയാണെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ ഒരു അവസ്ഥ? ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പുതിയ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുക എന്ന് മാത്രമാണ്. അധികാരം നിലനിർത്താൻ എന്തും ചെയ്യാൻ മടിക്കാത്തവരുമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ പോരാടാൻ തയ്യാറാവും. ആ കൂട്ടത്തിൽ ഞാനുണ്ടാവും. കന്യാസ്ത്രീകളെ വരെ ജയിലിലടക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? അത് കൃത്യമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ RSSന്റെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള അജണ്ട ഇപ്പോൾ ഹിന്ദു രാഷ്ട്രം എന്ന അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇതിൽ വലിയ ഖേദം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഒരുപാട് നല്ല നല്ല പൊസിഷനിലിരിക്കുന്ന ഇവരെ സമുദായത്തിൽപ്പെട്ട അച്ഛന്മാരെ തന്നെ ഇതിനെതിരെ ഒരു ചെരുവിരൽ പോലും അനക്കാത്ത രൂപത്തിലുള്ളത് രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം ശരിക്കും അവരെ വഞ്ചിക്കുകയാണ്, അവർ പറ്റിക്കുന്ന രൂപത്തിലാണ്. കാരണം അവർ പല സ്ഥലത്തേക്കും ഇങ്ങനെ പ്രൊമോഷൻ കിട്ടുമ്പോൾ അവർ ആ നാട്ടിലേക്ക് പോവാണ്. നമ്മളെ കേരളത്തിലുള്ളൊരു സേഫ്റ്റി മറ്റുള്ള സംസ്ഥാനത്ത് കിട്ടുന്നില്ല. കാരണം ഒരു 2 പെൺകുട്ടികളെ അവരെ ഒന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരാൻ പോലുള്ള ഒരു അവസ്ഥ അല്ല മറ്റുള്ള സംസ്ഥാനത്ത് നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ പോലുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് ഇല്ലാതായിപ്പോയി. അത് RSSന്റെ പല രൂപത്തിലാണ് ഇവിടെ കടന്നു വരുന്നത്. അത് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളൊരു ഒരൊറ്റ കാഴ്ചപ്പാടാണ്. പക്ഷെ അതിനെതിരെ ആ സമുദായത്തിൽപ്പെട്ടവരെന്നെ പ്രതിഷേധിക്കാതിരിക്കുമ്പോഴുണ്ടാവുന്ന ആ കുഞ്ഞാടുകളുടെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരു എന്തെങ്കിലും ഒരു ശബ്ദം അവർക്ക് വേണ്ടി ഉയർത്തണം. കാരണം അവർക്കൊരു നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആ സമുദായത്തിൽപ്പെട്ടിട്ട് ആ പൈസ തിന്നണ ആ പള്ളിയിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് സംരക്ഷണം നടപ്പിലാക്കണം. അവർ അതിനെതിരെ പ്രതിഷേധിക്കണമെന്നാണ് എനിക്ക് ഈ അവസ്ഥയിൽ ബാബുവിനോട് പറയാനുള്ളത്. ആർക്കും ഒരു അധികാരമില്ല. ഇന്ത്യ എല്ലാവർക്കും മതസ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ഇവിടെ ആർക്കും അധികാരമില്ല. ഇതൊരു കെട്ടഴിച്ചിട്ട് വിട്ട മാതിരി ആരും നിയന്ത്രിക്കാനില്ലാതെ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ പല ഭാഗങ്ങളും നടന്നുകൊണ്ടിരിക്കുക. അത് അവർക്കിഷ്ടമില്ലാത്ത ആരുടെയൊക്കെയോ നേരെ, ക്രിസ്ത്യാനികളുടെ നേരെ, മുസ്ലിങ്ങളുടെ നേരെ, ദളിതരുടെ നേരെ, നല്ല ഹിന്ദുക്കളുടെ നേരെ തന്നെയും അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളുടെ നേരെ അവർ അക്രമം നടത്തിക്കൊണ്ടിരിക്കുക.
എന്താണ് ഇന്ത്യ ഇങ്ങനെ രീതിയിലേക്ക് പോവുകയാണ്? എന്താണ് നമുക്ക് ഇതൊരു നമ്മളെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ആണല്ലോ, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ജനാധിപത്യ വിരുദ്ധമായ പല കാര്യങ്ങളും ജനാധിപത്യ രാജ്യമൊക്കെ തന്നെയാണ്. എപ്പോഴും പിൻവലിക്കാവുന്ന, എങ്ങനെ വേണമെങ്കിലും അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ അത് പരിമിതപ്പെടുത്താവുന്ന ഒരു തരം ജനാധിപത്യമാണ്. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ നമ്മൾ കണ്ടതല്ലേ, ഒരു ഓർഡറിൽ കൂടി പിൻവലിച്ചു. ഇപ്പം തന്നെ ചില നിയമങ്ങളിലൂടെ ജനാധിപത്യ അവകാശങ്ങൾ പിൻവലിച്ചുകൊണ്ടിരിക്കുക. ഇവരെ അമർച്ച ചെയ്തില്ലെങ്കിൽ, ഇത്തരം രീതിയിലേക്ക് അമർച്ച ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ ഒരു അവസ്ഥ? മർച്ച ചെയ്തതിന് സ്വാഭാവികമല്ലേ, ഇത്തരം വർഗീയ ഭ്രാന്തന്മാരത് ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും പെരുകിക്കഴിഞ്ഞാൽ നാട്ടിലത് വിനാശകരമാണ്. അമർച്ച ചെയ്യണം, ആര് ചെയ്യുമെന്നുള്ളതാണ്. അത് ആര് ചെയ്യുന്ന ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളൊരു പൊതുജന, നിങ്ങൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്? ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത് കൈകാര്യം ചെയ്യേണ്ടത് അതാത് ഭരണകൂടങ്ങളാണ്. പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡർ സംസ്ഥാനങ്ങളുടെ കയ്യിലുള്ളതായതുകൊണ്ട് അതാത് സംസ്ഥാന ഭരണകൂടങ്ങളാണ് അത് തടയേണ്ടത്. എന്തുകൊണ്ട് ഇത്രയും ഞാൻ പറയാലോ 10-12 വർഷമായി ഇവരുടെ ഈ അഴിഞ്ഞാട്ടം തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവരെ എന്തുകൊണ്ടാണ് അമർച്ച ചെയ്യാത്തത്, സർക്കാരുകൾ അമർച്ച ചെയ്യാത്തത്? അതാത് ഭരണാധികാരികളോട് ചോദിച്ചിട്ടല്ലേ നമ്മളെന്ത് പറയാൻ. അവരാണ് അതിന്റെ എന്തോ കാരണങ്ങളുണ്ടാവാം, രാഷ്ട്രീയമായിരിക്കാം, അങ്ങനെ പലതും. അല്ല, അത് ശരിയല്ല. ഈ പറഞ്ഞ നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രി ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഫ്രീഡം ഇതൊക്കെ ഇത്ര നാൾ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ലോകമെമ്പാടും എടുക്കണമെങ്കിൽ പല രാജ്യത്തും പല പ്രശ്നങ്ങളും, ഇസ്രായേൽ വാക്സിന് ഇഷ്യൂ ആവട്ടെ, അതുപോലെ നമ്മൾ ഇന്ത്യയും ചൈനയും പാകിസ്ഥാനൊക്കെ ഓൾറെഡി വലിയ വലിയ കേസ് നമ്മൾ ഫയൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതുപോലെ നമുക്ക് വിത്തിൻ കൺട്രിയിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് അതിനകത്ത് കുറച്ച്. നിങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയെ നോക്കി കാണുന്നത്? എങ്ങനെ ആവണം ഇന്ത്യ? ജനാധിപത്യം, ഡെമോക്രാറ്റിക് ആയിട്ട് അത് ഇന്ന് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം എന്തുകൊണ്ട് അങ്ങനെ പറയും? നിങ്ങളെ കാഴ്ചപ്പാട് എന്തുകൊണ്ട് അങ്ങനെ പറയും? ഇവ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങൾ തന്നെ ഒരു സെക്യൂരിറ്റി പ്രോബ്ലം വരുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ പുറത്തോട്ട് മൂവ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പുറത്തും ഇപ്പോൾ സേഫ് അല്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കൺട്രിയിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണ്ടേ. ഇവിടെയും പക്ഷേ ആൾക്കാർക്ക് പറ്റണില്ല. ഒരുപാട് പ്രോബ്ലംസും ഇഷ്യൂസൊക്കെ വരുന്നുണ്ട് ഇതുപോലെ. നിങ്ങൾ ശരിക്കും ഇന്ത്യയിൽ ഒരു സേഫ്ലെസ് ആണെന്ന് തോന്നുന്നുണ്ടോ? സേഫ്റ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക കേരളത്തിലായാൽ പോലും.